എനിക്കും തോന്നി അടൂരാണെന്ന് പറഞ്ഞു. അടൂര് അതെന്നെ കെട്ടിച്ച സ്ഥലം. എന്റെ സ്വന്തം വീടാന്നാ പറഞ്ഞ കോഴഞ്ചേരി തടിയൂര്. എന്നെ കല്യാണം കഴിച്ചോണ്ട് വന്ന അടൂര് ഇവിടെ. ചേച്ചി പറഞ്ഞ ആനേടിയില്ല ചേച്ചിയെ കല്യാണം കഴിച്ചോണ്ട് വന്നത്. അടൂര് അത് ആനേടി. വേറെ ആരാണ്ടല്ലേ പറഞ്ഞ ആനേടിയാണെന്ന്. നിവേദിയാണോ? അടൂർ ആനേടി. ഇപ്പൊ എല്ലാവർക്കും ആനേടിന്ന് പറഞ്ഞ അറിയില്ല, അതുകൊണ്ടാ അടൂരെന്ന് പറഞ്ഞേ. ഓ ആടാ ദൂരെ തടിയൂര് എവിടെയാ? തടിയൂര് എവിടെയാ? തടിയൂര് എവിടെയാ? തടിയൂർ NSS സ്കൂളിന്റെ അവിടെ. ചേച്ചി കോഴഞ്ചേരിയിൽ എവിടാ? കാട്ടൂര്. കാട്ടൂര്. ഓക്കെ. ചേച്ചി വാട്സപ്പ് ഗ്രൂപ്പിലില്ലേ നമ്മുടെ? എന്തോ? ഞങ്ങള് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ ചേച്ചി ഇല്ലല്ലോ. ഞാൻ കണ്ടില്ല. എന്റെ പേര് ആരാ അഡ്മിന്? ഞങ്ങളൊക്കെ അല്ല. ഇതില് ചേച്ചി ഫോൺ നമ്പർ ഒന്ന് അയച്ചിടാമോ? ഇതിലെ ഗ്രൂപ്പിലിട്ടാ മതിയോ? ഇപ്പൊ ഇതില് മെസ്സേജ് ആയിട്ടേ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യണേ. അപ്പൊ അതില് ആഡ് ചെയ്യണം. ഞാൻ ഇട്ടേക്കാം. നേഹ ഇല്ലെങ്കിൽ ഒന്ന് നമ്പർ ഇട്ടേര്. വേറെ ആരൊക്കെ ഉണ്ടില്ലാത്ത കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടു. ഗ്രൂപ്പ് തുടങ്ങി. സാൻഡ്ര, ഇവരാരും ഇല്ലല്ലോ. ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായി. ആരും പറഞ്ഞില്ല, അറിഞ്ഞില്ല. അല്ല, ഞങ്ങൾ ഓൾറെഡി ഇതിൽ തന്നെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതില് കണ്ടില്ല. ഇടയ്ക്ക് നെറ്റിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നോണ്ട് അറിയത്തില്ല. 2 ആഴ്ച മുമ്പ് ഒരു ക്ലാസ്സിന്റെ ഇടയ്ക്കാണ് നമ്മൾ എല്ലാരും നമ്പർ അയച്ചത് ഇങ്ങനെ. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ശില്പ എന്ന് പറഞ്ഞ ആളും ഇല്ല. പിന്നെ ഇപ്പൊ ശില്പ ഇല്ലെന്ന് തോന്നുന്നു. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്. ആയിരിക്കും. ഈ ഹന്നാറശി ഉണ്ടോ? ഇപ്പൊ ആള് തീരെ കുറവല്ലേ. നേരത്തെ 80 പേരൊക്കെ ഇല്ലേ, ഇപ്പൊ 22 പേരേ ഉള്ളൂ. അതാ ഞാനും പറഞ്ഞു. അതാരെയും കിട്ടാത്തത്. ടീച്ചർ വന്നു. റംസീന നമ്മുടെ ഗ്രൂപ്പിലില്ല. ശ്രീന നമ്മുടെ ഗ്രൂപ്പിലില്ലെന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇത് ലേറ്റ് ആയി പോയി. കാരണം ഞാനിവിടെ ഓൾറെഡി വന്ന് കുറെ നേരമായി നിങ്ങളുടെ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ഒരു ചെറിയ ലാഗ് വന്ന് നമ്മളുടെ നെറ്റ് കണക്ഷന്. അപ്പം ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോഴും ഇച്ചിരി ലാഗാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല മാം. ഇല്ല, ഓക്കെയാണ്. അപ്പൊ കുഴപ്പമില്ല. മാമിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ലല്ലോ. റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടോ?
ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? മനസ്സിലായില്ല, ആരാ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം മാമിന്റെ റെക്കോർഡിംഗ് ക്ലാസ് കിട്ടുന്നില്ല, മാമിന്റെ മാത്രം. അതെന്താ ഇതുവരെ കിട്ടിയിട്ടില്ല മാമിന്റെ? ആ എല്ലാവർക്കും അങ്ങനെയാണോ? നല്ല കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് മാം, ആ കിട്ടിയിട്ടുണ്ട് മാം. എല്ലാവരുടെയും റെക്കോർഡ് ക്ലാസ് തരും, എല്ലാവരുടെയും തരും. എനിക്ക് വീക്കിലി ഒരു ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക്, അല്ലേ? ഒരു ക്ലാസ്സല്ലേ ഉള്ളൂ? അതെ. ഇപ്പം ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഫ്രൈഡേ 2nd അവർ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ 1 hour കൂടി കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം നമ്മുടെ കോഴ്സ് നിലയിലേ നമ്മൾ കുറച്ച് വൈകി കാണുന്ന പോലെ തോന്നും. അതുകൊണ്ട് അത് പറ്റില്ല, നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഒരു ക്ലാസ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട് എക്സ്ട്രാ. ഓക്കെ, സോ നമുക്ക് വീണ്ടും പോർഷൻസ് കവർ ചെയ്യാനുള്ള ഇച്ചിരി സമയം വേണം. അല്ലെങ്കിൽ ഒറ്റ ദിവസം പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ നെക്സ്റ്റ് വീക്കിലെ നമ്മൾ കാണുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് അവിടെ നിന്നൊക്കെ വീണ്ടും പിടിച്ച് നിങ്ങളെ കൊണ്ടുവന്ന് എവിടെ പറഞ്ഞു നിർത്തി അവിടേക്ക് കൊണ്ടുവന്ന് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതില് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ് കൂടി നമുക്കുണ്ട്. സോ ഒരു ക്ലാസ് എക്സ്ട്രാ വരുന്നുണ്ട്, അത് ഫ്രൈഡേ 2nd ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ ആൾക്കാർ കിട്ടിയാന്ന് പറഞ്ഞ സുമയാണോ സുമയ്ക്കാണോ? അതെ മാം, അതെ മാം. ഞാൻ ചോദിക്കട്ടെ കേട്ടോ, അതെന്തുകൊണ്ടാ സുമയെ ബ്ലോക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ പറഞ്ഞ, അന്നേരം എല്ലാരും പറഞ്ഞായിരുന്നു മാമിന്റെ ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും പറഞ്ഞു. ആ, എന്റെ എത്ര ക്ലാസ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാമോ ആരെങ്കിലും? ഞാനിപ്പോ എത്ര ക്ലാസ് എടുത്തു? വളരെ എണ്ണം കുറവായിരിക്കും. നമ്പർ ഓഫ് ക്ലാസ്സസ് എന്ന് പറയുമ്പോ അധികം ഉണ്ടാവില്ല. എത്ര നിങ്ങൾ ക്ലാസ്സുകള് റെക്കോർഡ് കിട്ടുന്നവര് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എണ്ണി നോക്കിയാലും മതിയല്ലോ? മോക്ക് ടെസ്റ്റ് എണ്ണി നോക്കിയാൽ മതിയല്ലോ? എത്ര മോക്ക് ടെസ്റ്റ് എന്റെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റിൽ പ്രശ്നമില്ല. അല്ല, മോക്ക് ടെസ്റ്റിലും കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു മാം. അത് ഞങ്ങള് കറക്റ്റ് ആൻസർ ചെയ്തിട്ടും കറക്റ്റ് ആൻസർ റോങ് ആണെന്നാ കാണിക്കുന്നത്. ഒന്ന് പറയാമോ എക്സാമ്പിൾ? ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻ ഞങ്ങൾ എല്ലാത്തിന്റെയും കറക്റ്റ് ആൻസർ ചെയ്തിട്ടും അതിന്റെ ആൻസർ കറക്റ്റ് ആയിരുന്നിട്ടും അത് റോങ് ആണെന്നാ കാണിക്കുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക, ഏതെങ്കിലും നോട്ടിലോ ഒരു പേപ്പറിലോ ടെക്സ്റ്റ് ബുക്കോ എവിടെയെങ്കിലും അതിന്റെ സൈഡിൽ ഒരു നോട്ട് ചെയ്യുക. എന്നിട്ട് അത് അടുത്ത ദിവസം ആ ക്ലാസ്സിൽ അതിന്റെ അത് മിസ്സേ ഒറ്റൊന്നിന്റെ ആൻസർ അവരവിടെ ടൈപ്പ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കറക്റ്റ് ആൻസർ തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ അതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും 0 മാർക്കായിട്ടാണ് വരുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഒരാള് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കോ? അന്നത്തെ ക്ലാസ് ഓക്കെ, അതായത് നിങ്ങൾ പറഞ്ഞ ആ കാര്യം, അതായത് മോക്ക് ടെസ്റ്റില് നിങ്ങൾ കൊടുത്തപ്പോ നിങ്ങൾ ചൂസ് ചെയ്ത ആൻസർ റോങ് ആണെന്ന് കാണിക്കുന്നു. അതാണല്ലോ. അങ്ങനെ ഏത് ചോദ്യത്തിലാണ് അങ്ങനെ വന്നത്? ആ ചോദ്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? മിസ്സേ ഫുൾ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനോ? ആ മിൽറോസ് മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് പറയുന്നത്. അത് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 5ന്റെ ആൻസറും റോങ് ആന്ന് പറഞ്ഞിട്ട് മിൽറോസ് മിസ്സിന്റെ ആണ്. ലാസ്റ്റ് വന്ന മോക്ക് ടെസ്റ്റിന്റെ അല്ല മിസ്സേ, മിൽറോസ് മിസ്സിന്റെ. മിസ്സിന്റെ അല്ല, മിൽഡ്രോസ് മാമിന്റെ. ഞാനിപ്പോ വിചാരിച്ചത് എന്താണ്, ഫിറോസ് മാമിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് തന്നപ്പോ അതിന്റെ ആൻസർ ഒന്നും കറക്റ്റ് ആയിട്ടല്ല കാണിക്കണേ. അതാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ക്ലിയർ ആയി കിടക്കണേ. ഇപ്പൊ ഞാൻ അത് വിചാരിച്ചത്
ഞാൻ തന്ന ക്വസ്റ്റ്യൻ, എന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലാം തെറ്റാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് ചോദിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ കേട്ടോ. മിൽഡോസ് മാം ഇന്ന് ലീവാണ്. ഓക്കെ. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ലെന്ന്. റേഡിയോളജിയില് മാം 5 ക്വസ്റ്റ്യൻ തന്നു. ആ 5 ക്വസ്റ്റ്യനും ആൻസർ വരുന്നില്ല. റേഡിയോളജി സർവീസ് ആൻഡ് മോർച്ചറി പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ മാം തന്നത്. ഹലോ മിസ്സേ, ഇനി ഞാൻ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും മനസ്സിലായി എന്ന് പറയും. പ്രീത പറഞ്ഞ കാര്യം ആർക്കെങ്കിലും മനസ്സിലായി? എനിക്കൊന്നും ക്വസ്റ്റ്യൻ നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഈ 5 ക്വസ്റ്റ്യനിലും നമ്മൾ ആൻസർ ചെയ്തതില് ഒന്നിന്റെ ആൻസർ തെറ്റ്, ആൻസർ നമ്മൾ ചെയ്ത ആൻസർ തെറ്റാണെങ്കിൽ അത് ആൻസർ അതിനകത്ത് കാണിക്കുമല്ലോ. അങ്ങനെ ആൻസർ കാണിച്ചിട്ടില്ല. അല്ലാതെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അതും തെറ്റാണെന്നാ കാണിക്കുന്നത്. അതായത് നമ്മൾ കൊടുത്ത ആൻസർ കറക്റ്റ് പറഞ്ഞിട്ടില്ലാന്ന് അതാണ് പറയുന്നത്. അതെ, ആൻസർ ഒന്നിന്റെ ആൻസർ തെറ്റായ ക്വസ്റ്റ്യന്റെ ആൻസറും കാണിച്ചിട്ടില്ല. നമ്മൾ കറക്റ്റ് ആക്കിയ ആൻസർ തെറ്റാണെന്ന് കാണിച്ചിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിന്റെ സെയിം കാര്യം തന്നെയാണോ? അല്ല, കഴിഞ്ഞ ലാസ്റ്റ് ഡേ തന്ന ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം. അതായത് മൺഡേ തന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം. അതെ അതെ, അത് തന്നെ. മൺഡേയില് ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. മൺഡേ മിൽഡ്രോസ് മാമിന്റെ മാത്രോ? വേറെ കുഴപ്പമൊന്നുമില്ല. മിൽഡ്രോസ് മാമിന്റെ മാത്രമാണ് ഇപ്പൊ പറഞ്ഞു. വീണ്ടും അതെ, എന്തൊരു ടൈപ്പ് ചെയ്ത് ആരും ഇട്ടു റേഡിയോളജിയുടെ കാര്യം. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതെന്റേതാണോ? അത് തന്നെ മാം ഈ പറയുന്നത്, റേഡിയോളജിയുടെ കാര്യമാണോ? അതെ, റേഡിയോളജി സോറി അതെ ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്താണെന്നറിയോ? ഞാൻ എടുത്ത ഭാഗത്തില് ഒരു റേഡിയോളജി എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മള് പരിചയപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പോയത് അവിടേക്കാ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ എന്തോ തന്ന ക്വസ്റ്റ്യനിൽ മാറിപ്പോയെന്നാണ് ഞാൻ കേട്ടത്. സോ ഞാൻ ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പൊ എല്ലാം മനസ്സിലായി എനിക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച മുതൽ ഇതുപോലെ ആയിരിക്കും എന്റെ ഒരു ക്ലാസ് കൂടി ഉണ്ട് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നേരത്തെ 22 ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോ 22 കുട്ടികളുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് തോന്നുന്നു സബ്ജക്റ്റിലേക്ക് വന്നപ്പോൾ നിങ്ങൾ 39 പേര്, 10-12 പേര് കൂടി കൂടുതൽ വന്നു. ബിഗിനിങ് ഓഫ് ദ ക്ലാസ്സിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ കൊടുത്തപ്പോൾ ഒരു 200 സംതിങ് പിള്ളേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഒരു 80+ ആളുകൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. ചില ആളുകളൊക്കെ അതിന്റെ ഒരു ട്രാക്കൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇച്ചിരി ഈസി ആണെന്ന് തോന്നുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. നമുക്ക് സമയം കിട്ടുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ആരെയും നോക്കണ്ട. നമ്മളിവിടെ ഒരാളാണെങ്കിലും ഇവിടെ ഇരുന്ന് ക്ലാസ് എടുത്ത് കൊടുക്കും. അങ്ങനെ തന്നെ മാം, ഇല്ലവരെ കൊണ്ട് ക്ലാസ് എടുക്കാം, ബാക്കിയുള്ളവർ അതായത് ഒരാള് പോലും ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലായെങ്കിലും നമുക്കൊരു ടൈം തന്നിട്ടുണ്ട്. ഇന്ന ക്ലാസ്സിൽ ഇന്ന ടീച്ചർ ആ സമയത്ത് ടൈം ടേബിൾ അനുസരിച്ച് കയറണം. ഇഫ് യു ആർ നോട്ട് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ ആരും ഇവിടെ ജോയിൻ ചെയ്തില്ലെങ്കിലും ഞാനിവിടെ ഇരുന്ന് 1 മണിക്കൂർ ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ് എടുക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ യുവർ ഗൂഗിൾ ക്ലാസ് റൂം. And you can watch it in the Google Classroom. Recorded class ആയിട്ട് നിങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, നമ്മൾ ആരും നോക്കണ്ട. മറ്റുള്ളവർ ആരും കയറുന്നല്ലോ, പിന്നെ ഞാനെങ്ങനെ കയറും? അപ്പൊ മടി കാണിക്കില്ല. നമ്മൾ യുണീക്ക് ആവണം. എല്ലാവരെയും പോലെ നമ്മള് എന്താ പറയാ, എല്ലാവരെയും പോലെ ആകുന്നതിനേക്കാൾ നല്ലത് ഏതാ? ഡിഫറെന്റ് ആകുക എന്നുള്ളതാണ് അല്ലെ. മറ്റുള്ളവരെ പോലെ വൈശുദ്ധായിരിക്കും. നമ്മൾ നമ്മളെ പോലെ തന്നെ നിൽക്കണം അല്ലെ. അവര് കയറണ്ടോ ഇവര് കയറണ്ടോ, യു ഡോണ്ട് ജസ്റ്റ് ബോദർ അബൌട്ട് ഇറ്റ്. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. എനിക്ക് ഒരു ടൈം തന്നിട്ടുണ്ട്, സോ ഐ വിൽ ബി ദർ.
ഇന്ന ക്ലാസ്, ആ ക്ലാസ്സിൽ ഞാൻ ആ സമയത്ത് ഉണ്ടായിരിക്കും. ആരും ഉണ്ടോ ഇല്ലെന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ചില സമയത്ത് അതായത് ഇതിന്റെ ബിഗിനിങ് സ്റ്റേജസിലൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോ ഒക്കെ 100 പിന്നെ 50 പിന്നെ 40 ഏറ്റവും അവസാനം ആ ബാച്ചിന്റെ അവസാനമായപ്പോഴേക്കും ഒരു 2-3 കുട്ടികളുടെ മാത്രമേ. പക്ഷേ എങ്കിലും നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തു. 3 കുട്ടികളെ ക്ലാസ് പഠിപ്പിക്കുന്നതും 3 കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നതും ഒരേ എനർജിയിൽ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. അതിലൊന്നും 3 കുട്ടികളുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞില്ല. എന്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് എനിക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് തന്നാൽ മതി. ദാറ്റ്സ് ഓൾ. അത് ഒരു കുട്ടിയാണെങ്കിൽ പോലും ഇതുപോലെ റെസ്പോണ്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ഞാനതനുസരിച്ച് ക്ലാസ് എടുക്കും. എനിക്ക് ഒരു കുട്ടിയും അല്ലെങ്കിൽ 3 കുട്ടിയും പോയില്ല, ഞാൻ അതുപോലെ ക്ലാസ് എടുക്കുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും എല്ലാവരും. ഞാൻ എന്റെ കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുക, നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുക, നമ്മൾ തന്നെ മാനേജ് ചെയ്യുക, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക, നമ്മളെ കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ മറ്റുള്ളവരെ കൊണ്ട് ചോദിക്കാതിരിക്കുക. സോ നമ്മൾ ആരാകും? പെർഫെക്റ്റ് ആകും. അങ്ങനെ ഓരോ മനുഷ്യരും പെർഫെക്റ്റ് ആകുന്നതും മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നതും യൂണിക് ആകുന്നതും അതിന് നമ്മൾ ഇതാകുക. ഓക്കെ, അപ്പൊ അതനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സംസാരിച്ചത് ഞാൻ ഇവിടെ കേൾക്കണ്ടായിരുന്നു. ഇവിടെ ആള് വന്നിരുന്ന് ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്ന് വന്നിരുന്ന് ഇവിടെ ഇരുന്ന് കറക്റ്റ് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളുടെ കോൺവെർസേഷൻസ് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ലീച്ച്, അത് മറന്നേക്കാം. നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പഠിച്ചു നിർത്തിയത്? ഞാൻ പറഞ്ഞേ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയില്ലേ നമ്മള്? യെസ്, MSW വരെ ആണ് നമ്മള് പഠിപ്പിച്ചത് അല്ലെ? MSW മെഡിക്കൽ ഏത് ചാപ്റ്റർ ആണെന്ന് ഓർമ്മയില്ല. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന 5th ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അത് തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ പഠിച്ചത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ 2-3 ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ക്ലിനിക്കൽ ലബോറട്ടറീസ്, അതായത് ഫസ്റ്റ് പറയുന്നത് 2 ക്ലിനിക്കൽ ലബോറട്ടറീസും റേഡിയോളജി, വിച്ച് ഈസ് ദ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. അതായത് സപ്പോർട്ടീവിന്റെ ഡയഗ്നോസ്റ്റിക്, അതായത് രോഗനിവാരണത്തിന് വേണ്ടി ചെയ്യുന്ന ചില ടെസ്റ്റിംഗ് രീതികൾ. അതിൽ ഒന്ന് ക്ലിനിക്കൽ ലബോറട്ടറീസ് ഇൻ വിച്ച് അവിടെ നടത്തുന്നത് ലാബ് ടെസ്റ്റുകളാണ്. 6 മെയിൻ ഫീൽഡ്സ് ഓഫ് ലാബ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് നമ്മുടെ ബോഡിക്ക് അകത്തുള്ള പല രോഗകാരണങ്ങളെ കണ്ടെത്തുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫോർവേഡഡ് ടു ദ ഫിസിഷ്യൻ ഓർ ടു ദ മെഡിക്കൽ ഓഫീസർ ടു അസിസ്റ്റ് ദം ടു ഗിവ് ദ ട്രീറ്റ്മെന്റ് ഇൻ ഫ്യൂച്ചർ. ആൾക്ക് ആ രോഗിക്ക് എന്ത് രോഗമാണെന്നത് കണ്ടെത്തി അതിന്റെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അതിനെ പരിശോധിക്കുന്ന ആളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് എന്താ കൊടുക്കണ്ടേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 6 രീതിയിലുള്ള ലാബ് ടെസ്റ്റുകളിലൂടെ അത് മനസ്സിലാക്കി ആ മെഡിക്കൽ ഓഫീസറിനെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിനെ അസിസ്റ്റ് ചെയ്യുന്നു, ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള ക്ലിനിക്കൽ ലാബും. രണ്ടാമത്തേത് റേഡിയോളജിയാണ്, ഇൻ വിച്ച് ഇമേജിംഗ് ടെസ്റ്റ് ആണ്. അത് ഇമേജസിലൂടെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന ചില കാരണങ്ങളാകാം ചില രോഗങ്ങളുടെ എന്താ പറയാ സിംറ്റംസ് ആയിട്ടൊക്കെ പുറത്തേക്ക് വരാം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്, ആ രോഗത്തിന്റെ കാരണം എന്താണെന്ന് ഇമേജിംഗ് ടെസ്റ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. യൂസിങ് ന്യൂക്ലിയർ മെഡിസിൻ, റേഡിയോ ഐസോടോപ്സ് പോലെയുള്ള ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഇൻട്രാവെനസ് അതായത് IV കാനുലയൊക്കെ പ്ലേസ് ചെയ്ത് അതിന്റെ അകത്തെ കൂടിയൊക്കെ ക്യാമറാസ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ക്യാമറാസ് എന്താ പറയാ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടാണ്. അതിനകത്ത് വരുന്നതാണ് സ്കാനിങ്ങും എക്സ്റേയും ഒക്കെ. അപ്പൊ അത് വെച്ച് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇന്റേണൽ ഓർഗൻസിലെ പല കാര്യങ്ങളും കണ്ടെത്തുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, എന്താണ് ഹോസ്പിറ്റൽസിന്റെ എല്ലാ അവരുടെ സർജറീസില് മറ്റു പ്രൊസീജിയേഴ്സില് ലാബിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇൻസ്ട്രുമെന്റ്സ് മറ്റുമൊക്കെ എപ്പോഴും have to be kept in neat and clean position, and also it has to be sterilized from time to time. സമയാസമയങ്ങളിൽ സ്റ്റെറിലൈസ് ചെയ്ത് വെറുതെ ഒരാളിൽ ഉപയോഗിച്ചത് അത് വെറുതെ അങ്ങോട്ട് കഴുകി അപ്പുറത്തെ വേറൊരാളിലേക്ക് ഉപയോഗിച്ചാൽ it will lead to contamination of diseases. അതെന്തിലേക്ക് നയിക്കും? രോഗങ്ങൾ പടരുന്നതിലേക്ക് കാരണമാകും. സോ രോഗം പടരാതിരിക്കാനും ഹോസ്പിറ്റൽ പോലെയുള്ള വലിയ ഓർഗനൈസേഷനിലേക്ക് ഒരു ചെറിയ രോഗം പടർന്നാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ദുരന്തം പോലെ ഡിസാസ്റ്റർ പോലെ ഭവിക്കാൻ സാധ്യതയുണ്ട്. സോ in order to avoid all these things we have to sterilize the equipments, instruments, whatever it is, and also the equipments which are used in their surgery. ഇതെല്ലാം സമയാസമയങ്ങളിൽ എന്ത് ചെയ്യും? സ്റ്റെറിലൈസ് ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD,
Central Sterile Supply Department. Then housekeeping, to keep the hospital premises and the hospital rooms everywhere neat and clean. ഒരു pleasing, ഒരു pleasant atmosphere provide ചെയ്യുന്ന രീതിയിൽ ഹോസ്പിറ്റൽസിന്റെ അന്തരീക്ഷം മുഴുവൻ നല്ല വൃത്തിയോടെയും ശുചിത്വത്തോടെയും ഒരു പ്ലീസിംഗ് മാനറിലും ഹോസ്പിറ്റൽസിലേക്കാണ് കടക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി അതെല്ലാം കൈകാര്യം ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വൺ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്, വിച്ച് പ്രൊവൈഡ്സ് ഫുഡ് for the patients, relatives, family members, or even the staff. ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കായിക്കോട്ടെ, അവിടെ രോഗികളായി കിടക്കുന്ന രോഗികൾക്കോ അവരെ നോക്കാൻ വരുന്ന ഫാമിലീസോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ഇവർക്കൊക്കെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽസിലെ ക്യാൻറ്റീൻ ഓർ ഡയറ്ററി സർവീസ്. അപ്പൊ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ചെക്ക് ഓൾ ദ തിങ്സ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫുഡൊക്കെ ഹൈജീൻ കണ്ടീഷൻസിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് വൃത്തിയും വെടിപ്പുള്ള സാധനത്തിലാണോ സപ്ലൈ ചെയ്യുന്നത്, കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടോ അക്കോർഡിംഗ് ടു ദ ഡയറ്റ് പ്ലാൻ. ഹോസ്പിറ്റൽസിലെ ഡയറ്റീഷ്യൻ അതായത് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ന്യൂട്രീഷൻ മെനു അനുസരിച്ച് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിന്. ബിക്കോസ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ പ്രകാരമായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്, ഫുഡ് സപ്ലൈ ചെയ്യേണ്ടത്. ഓരോ ദിവസത്തിനും ഓരോ മെനു ഉണ്ട്, ആ മെനു പ്രകാരം ഷുഡ് ബി പ്രിപ്പയർഡ്. അത് ഹൈജീനിക് കണ്ടീഷൻസിൽ അത് ഉറപ്പ് വരുന്നതാണ്. ഇവര് പോയി ക്ലീൻ ചെയ്തു കൊടുക്കണ്ട ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അവര് നോക്കണം എനിത്തിങ് റോങ്, അവിടെ എന്തെങ്കിലും മോശമായി കാണുകയോ തെറ്റായ രീതിയിൽ കാണുകയോ പറയുകയോ അവസ്ഥകളൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പുതിയ രീതിയിലേക്ക് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതൊക്കെ ഇല്ലാന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്താണ്, ഇതിന് വേണ്ടിയിട്ടുള്ളതാ. ഇനി സം സോഷ്യൽ വർക്കേഴ്സ് ദർ ഇൻ ദ ഹോസ്പിറ്റൽസ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അത്ര നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലല്ല. മെന്റലി ഫിസിക്കലി ഡൗൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് മറ്റേത് സ്ഥലത്ത് പോകുന്നതിനേക്കാൾ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും രോഗവുമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആൻഡ് പ്ലസ് ഹോസ്പിറ്റലിൽ പോകുന്ന രോഗമായിട്ട് ചെല്ലുമ്പോൾ ചില രോഗങ്ങൾ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും അയ്യോ എനിക്കിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ മെന്റലി നമ്മൾ ഡിപ്രസ്ഡ് ആണ്. പിന്നെ മാത്രമല്ല ചിലർ ടെൻസ്ഡ് ആണ്, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ എന്താ പറയാ, വല്ല ടെസ്റ്റ് ചെയ്യാൻ പറയോ, അങ്ങനെ കുറെ ചിന്തകളൊക്കെ ആയിട്ട് ഒരുപാട് മെന്റൽ ഡൗൺ ആയിട്ടാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുക. സോ ടു ഗിവ് സപ്പോർട്ട് and to also make the എന്താ പറയാ patients and or the family members cool. ഫാമിലി മെമ്പേഴ്സിനെയോ പേഷ്യൻസിനെയോ ഒന്ന് കൂളാക്കാൻ, അവരുടെ സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്, അവർ അനുഭവിക്കുന്ന ചില മാനസികമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ചില പ്രതിബന്ധങ്ങൾ ഹോസ്പിറ്റൽസിനകത്ത് ഉണ്ടാകാൻ സാധ്യത. നോൺ ഫിനാൻഷ്യലി പണസംബന്ധമായിട്ടുള്ളത് മാത്രമല്ല, അല്ലാതെയും പല ഇഷ്യൂസും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റൽസിൽ. ഇപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു വലിയ സർജറി വേണമെന്ന് പറയുന്നു, പെട്ടെന്ന് സർജറി വേണമെങ്കിൽ അതിന് ബ്ലഡ് വേണം. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ആരെ സമീപിച്ചാൽ കിട്ടും, വേർഷത്തേക്കോ ബ്ലഡ് ബാങ്ക് എവിടെയാണ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഇതിനെ കുറിച്ച് എല്ലാം അറിവുണ്ടാകണം നിർബന്ധമില്ല, ഇല്ലേ? നമ്മൾക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലും? when you are entering a hospital such kind of experiences ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നെർവസ് ആയി പോകും, എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, അത്തരം നമ്മളുടെ ആ ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ നമ്മളുമായിട്ട് ഒന്ന് സഹകരിക്കാൻ, നമ്മളൊന്ന് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അവരെ പറയുന്നത് ഇങ്ങനെയാണ്, എന്താ പറയാ എസ്റ്റാബ്ലിഷ് എ ബ്രിഡ്ജ് വിത്ത് ഫ്രം ദ ഡോക്ടേഴ്സ് ടു ദ പേഷ്യൻസ്. ഈ പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു പാലമായിട്ട്, ആർക്കിടയിലുള്ള പാലം, ഡോക്ടർമാർക്കും അതുപോലെ പേഷ്യൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇടയിലുള്ള ഒരു പാലം, അവിടെ നിന്ന് ഇങ്ങോട്ടെത്താൻ അത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണെന്നാണ് മെഡിക്കൽ സോഷ്യൽ സർവീസുകാരെ അല്ലെങ്കിൽ MSW എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നോ? ഇൻക്രീസ് accessibility to healthcare and services as a bridge between the doctors and individual, family and community. MSW ആണ് അതിന്റെ. അപ്പൊ വെളിയിൽ ചോദിക്കും MSW is, അതുകൂടി വേണം ആ ലാസ്റ്റ് സെന്റൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്യണം. ഇന്നത്തിലാണ് പറയുന്നത് ഒരു ബ്രിഡ്ജ് ആയിട്ട് വർത്തിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 7th ഡിപ്പാർട്ട്മെന്റ് ആണ്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ 7th വൺ ഈസ്
ഫിസിയോതെറാപ്പി. എന്താണത്? ഒരു റീഹാബിലിറ്റേഷൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ കിടത്തിയൊക്കെ ചിലപ്പോൾ ചികിത്സിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇതൊരു ചികിത്സയേക്കാൾ കൂടുതൽ എന്താ പറയാ ഇവിടെ വേണ്ടത് ചില ട്രീറ്റ്മെന്റുകളാണ്, വിച്ച് യൂസസ് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് തെറാപ്പി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. മോസ്റ്റ്ലി ഇറ്റ് ഈസ് അസോസിയേറ്റഡ് ഓർ ലിങ്ക്ഡ് വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം ഇല്ലേ അല്ലെ, മസിൽസ് ബോൺസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അതിന്റെ ഇതിൽ നിന്നും ഒരു ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഫിസിയോതെറാപ്പിന്. കാരണം എന്താ പറയാ, നമുക്ക് മസിൽസിന്റെ ഉണ്ടാകുന്ന പെയിന്, അതേപോലെ തന്നെ സ്കെലിറ്റൻസ്, നമ്മുടെ എന്താ പറയാ നട്ടല്, കൈകാലുകള് ഇതിനൊക്കെ ഉണ്ടാകുന്ന പെയിനുകളൊക്കെ. ഇപ്പൊ ചില വീഴ്ചകളിൽ വലിയ പൊക്കത്തിൽ നിന്നൊക്കെ വീഴുമ്പോൾ എന്താ പറയാ എന്താ പറയാ എല്ലിനൊക്കെ പൊട്ടലുകൾ ഉണ്ടാകുമ്പോ കുറെ നാളൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട്, പക്ഷെ അത് ഊരിക്കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ നമുക്ക് പെയിൻ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ തെറാപ്പി ട്രീറ്റ്മെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു നമ്മുടെ ബോഡിയുടെ ഈ പറയുന്ന ബോൺസും മസിൽസിന്റെ ഒക്കെ ഫങ്ഷനിങ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് കിടത്തിയൊക്കെ കൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊക്കെ കിടത്തി കൊടുക്കേണ്ടി വരും. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള രീതിയിലും ചെന്നിട്ട് ചെയ്തിട്ട് പോകാം, വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു ബെഡ്രിഡൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ കിടത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ? മനസ്സിലായോ? പറയൂലേ? കുറച്ച് ആരെങ്കിലും ഒക്കെ ഒന്ന് തമ്പിട്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റിഹാബിലിറ്റേഷൻ പേഷ്യൻസ്. അതിന്റെ അടുത്ത സെന്റൻസ് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അത് രണ്ടും മതി, രണ്ട് സെന്റൻസ്. Yes, then the next one is pharmacy. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? ഫാർമസി. ഹോസ്പിറ്റലിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന OP വിഭാഗത്തെയും IP വിഭാഗത്തെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. തെറാപ്യൂട്ടിക്കിൽ വരുന്നതാണ് ഫാർമസി, ഡയറ്ററ്റിക്സ്, ഫിസിയോതെറാപ്പി അല്ലെ. അപ്പൊ നമ്മുടെ ലോകം ഭേദമാക്കുന്നതിന് നേരിട്ട് ബന്ധമുള്ളൂ ഫാർമസിക്കും ഫിസിയോതെറാപ്പിക്കും ഡയറ്ററ്റിക്സിനും ഉള്ളത്. മനസ്സിലായോ? കാരണം നമ്മൾ എന്താ പറയാ ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, OP-യിലോ IP-യിലോ ഏതെങ്കിലും ആയിക്കോട്ടെ, അത് കൺസൾട്ട് ചെയ്താൽ മാത്രം നമ്മുടെ രോഗം ക്യൂർ ആകുന്നില്ല അല്ലെ. സോ എന്ത് ചെയ്യണം? വി ഹാവ് ടു follow the instructions which is provided by the physician or doctors. ഡോക്ടർമാര്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടറോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഫിസിഷ്യനോ ആരാണെങ്കിലോ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടി ഫോളോ ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻസിൽ എന്തുകൂടി വരും? അവരുടെ പ്രിസ്ക്രിപ്ഷൻ വരും, രോഗത്തിന് മരുന്ന് കുറിക്കും. ഈ മരുന്ന് എഴുതി തന്നത് കൈ പിടിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല, എഴുതി തന്നത് വായിച്ചത് കൊണ്ട് അത് വീട്ടിൽ കൊണ്ടുപോയാലും കാര്യമില്ല. എന്താണ് ഈ എഴുതി തന്ന മരുന്നുകള്? അത് ഒന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലെ ഡയറക്ട്ലി അതെവിടേക്ക് പോകും? ഹോസ്പിറ്റലിന്റെ ഡോക്ടറുടെ സിസ്റ്റത്തിൽ നിന്ന് നേരെ അത് ഫാർമസിയിലേക്ക് പോകും. അത് ആ ചാർട്ടൊന്നും വഹിച്ചുകൊണ്ട് ഒരു സിസ്റ്റർ, ഒരു നഴ്സ് പോകണമെന്നും നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ ഡയറക്ട്ലി അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ അവിടേക്ക് ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുമ്പോ കണ്ടിട്ടുണ്ട്. അവർ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ചീട്ടൊക്കെ അവിടെ നോക്കും. അവിടെ തന്നെയാണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡായി. ഇപ്പൊ എഴുത്തുകുന്നുകൾ കുറച്ചുകൊണ്ടിരിക്കുക. So all things are saved in a file. നമ്മളുടെ ഓരോ ID പ്രൂഫ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ID നമ്പർ ഉപയോഗിച്ച് ഇതെല്ലാം ഓരോ ഫയലായിട്ട് സേവ് ചെയ്യുന്നത്. നമ്മുടെ അഡ്മിഷൻ നമ്പർ ഒക്കെ വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പർ ഉപയോഗിച്ച് അവർക്ക് ആ ഡാറ്റ അപ്പൊ തന്നെ റിട്രീവ് ചെയ്തെടുക്കാം. അപ്പൊ ഓരോ പേഷ്യന്റിന്റെ പേരും മറ്റെല്ലാ ഡീറ്റെയിൽസും, ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അല്ലെ, ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ മരുന്നുണ്ടോ, എല്ലാം അവരുടെ ചാർട്ടില് നമുക്ക് കിട്ടും. അത് അവർ നേരെ ഫാർമസിയിലേക്ക് ഫോർവേഡ് ചെയ്താൽ ആൻഡ് ഫാർമസി വിൽ പ്രൊവൈഡ് ദ ഡ്രഗ്സ് ഓർ മെഡിസിൻസ്. നമുക്ക് വേണ്ട മരുന്നുകളോ മറ്റോ എന്തൊക്കെയാണോ ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് കൊണ്ടുപോയി കഴിക്കണം. ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ബോഡി സ്ട്രക്ചറിന് എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ മറ്റൊക്കെ ഉണ്ടെങ്കിലാണ് ഫിസിയോതെറാപ്പിയുടെ ആവശ്യമുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്യും. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോഴാണ് അവർ ഡിസീസസ് വിൽ ബി ക്യൂർഡ്, നമ്മുടെ രോഗം ഭേദമാകുന്നു കംപ്ലീറ്റ്ലി. അല്ലാതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, മരുന്നുണ്ടല്ലോ, മരുന്ന് കഴിച്ച് ഭേദമാക്കാം, അത് പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് ഇവിടെയൊക്കെ മരുന്ന് മതി. പക്ഷെ ഈ മരുന്ന് മാത്രം കഴിച്ചാൽ നമ്മൾ മാത്രം
ഡോക്ടേഴ്സ് ചില കാര്യങ്ങൾ പറയും അല്ലെ, ഷുഗർ കൂടുതലാണെങ്കിൽ ചോറ് ഇത്തിരി കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ, ഒരു അരമണിക്കൂറൊന്നും നടക്കണം കേട്ടോ, രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും. പറയാറുണ്ടാ? കേട്ടില്ലേ നിങ്ങളെ കഴിയുന്ന? ഇതൊക്കെ ചുമ്മാ പറയുന്നതാണോ? ചുമ്മാ പറഞ്ഞു വിടുന്നതാണോ? അയ്യോ, ഇത് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി. പക്ഷെ മിക്ക ആളുകളും അതൊന്നും ഫോളോ ചെയ്യില്ല. ആ മരുന്ന് നമ്മൾ കുറച്ചുകൂടെ വാരി നമ്മള് കഴിക്കും അല്ലെ. പക്ഷെ ഇതൊക്കെ നമ്മള് വേണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിരിക്കും. ഓക്കെ, യെസ്. ഓൾസോ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഫാർമസി അപ്പൊ ഇതാണ് ഹോസ്പിറ്റൽസിൽ നമ്മുടെ മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എവറി ഹോസ്പിറ്റൽ ഷുഡ് ഹാവ് എ വെൽ എക്വിപ്ഡ് ഫാർമസി. എല്ലാ ഹോസ്പിറ്റൽസിലും നിർബന്ധമായ വേണ്ട ഒരു സാധനമാണ് ഒരു ഫാർമസി. അതും വെൽ എക്വിപ്ഡ്. വെൽ എക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും മരുന്നും അതുപോലെ തന്നെ മരുന്നല്ലാതെ ഉപയോഗിക്കേണ്ടി വരുന്ന ചില മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് അല്ലെ. ഉദാഹരണത്തിന് മാസ്ക്, സിറിഞ്ച്. ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻസിന് ഡിസ്പോസിബിൾ ആണല്ലോ ഇപ്പൊ സിറിഞ്ചസ് ഒക്കെ. അപ്പൊ സിറിഞ്ചസ് ഒക്കെ ആവശ്യത്തിന് വേണം, ഇത്രയെങ്കിലും ഒക്കെ യൂണിറ്റിൽ കൊണ്ടുവന്ന് വെക്കണം. അത് തിരുമ പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ കൊടുക്കേണ്ടി വരും അതനുസരിച്ച്. ആൻഡ് ഓൾസോ മെഡിക്കേഷൻസ്, മരുന്നുകൾ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡ്രഗ്സും മറ്റ് ഇൻസ്ട്രുമെന്റ്സും. അതാണ് ഞാൻ പറഞ്ഞ ചിലപ്പോൾ സിറിഞ്ച് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ എന്താ പറയാ ഈ പേഷ്യൻസ് ഉപയോഗിക്കേണ്ടി വരുന്ന ചിലപ്പോ എന്താ പറയാ മാസ്കുകള്. അതല്ലാതെ ചില പേഷ്യൻസിന്റെ ഡോക്ടർമാർ തന്നെ കുറിക്കും ഇന്ന സാധനം വേണം. അതൊക്കെ ഡിസ്പോസിബിൾ ആയിരിക്കും. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, ഒരാൾക്ക് ഉപയോഗിച്ചത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറയും. അതൊക്കെ എല്ലാ ഹോസ്പിറ്റലിന്റെയും ഫാർമസിയിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ്ഡ്, ഓൾ ഷുഡ് ബി എക്വിപ്ഡ് ഇൻ ദ ഫാർമസി. അതെല്ലാം ഫാർമസിയിൽ ഉണ്ടായിരിക്കും. ഈ സർജറിക്കൊക്കെ വേണ്ടി വരുന്ന എക്വിപ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ. ഇനി ഈ ഫാർമസി വിൽ ബി റൺ ബൈ എ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റുകളാണ് ഫാർമസി റൺ ചെയ്യുന്നത്, ഒരാളല്ല കേട്ടോ. ഫാർമസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പഠിക്കാൻ ഒരൊറ്റ ചാപ്റ്റർ തന്നെയുള്ളൂ നമുക്ക്. സോ യു വിൽ ലേൺ മച്ച് ബെറ്റർ. അവിടെ നമ്മൾ ഇഷ്ടംപോലെ നന്നായി പഠിക്കും. ഓക്കെ, അവിടെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ഫാർമസിനെ കുറിച്ചിട്ട്. പിന്നെ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഫാർമസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സർവീസസ് താഴെ പറയുന്നതാണ്. പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. മരുന്നല്ലാതെ രീതിയിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുക, അത് സപ്ലൈ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ ചെയ്യുക, ഇനി മറ്റ് പേഷ്യൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം നടക്കുന്നത് ഫാർമസിയിലാണ്. അപ്പൊ ഫാർമസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് അതാണ്. നെക്സ്റ്റ് വൺ, ഇൻപേഷ്യന്റ് ഡിസ്പെൻസിംഗ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ് ഉണ്ട്. ഡിസ്പെൻസിംഗ് to provide medicine, distribute medicine. Medicine dispense ചെയ്യും. ആർക്കൊക്കെ? ഒപ്പിയിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കണം. ഇൻപേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് അവർക്ക് കൊടുക്കണം. അതെങ്ങനെയാ അങ്ങനെ കൊടുക്കുന്നത്? അത് നമ്മൾ ഫാർമസിയിൽ പഠിക്കും കേട്ടോ. ഒപ്പിയിൽ വരുന്ന പേഷ്യൻസിന് ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പനി വന്നു, ചുമ വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ചീട്ട് എടുത്ത് ഡോക്ടറെ കണ്ട് മരുന്ന് കുറിച്ച് കഴിയുമ്പോൾ ഫാർമസിയിൽ പോയി വാങ്ങിക്കും. നമ്മളുടെ ഡാറ്റ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളുടെ പേരോ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മള് അത് പോയി വാങ്ങിച്ച് കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകും. അതുപോലെ ഇൻപേഷ്യൻസിന് ഹോസ്പിറ്റൽസിൽ വാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കാം. ഫാർമസിയുടെ ചാപ്റ്റർ എടുത്തുപോലെ അത് പഠിച്ചു, ഞാൻ പറയണ്ട. അപ്പൊ ഡിസ്പെൻസിങ് മനസ്സിലായല്ലോ. ഇൻപേഷ്യൻസിനും ഡിസ്പെൻസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ വാർഡിൽ അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലൊക്കെ ഒരു ചെറിയ കൗണ്ടറിൽ 1-2 നഴ്സസ് ഒക്കെ ഇരുന്നിട്ടേ അവിടേക്കാണ് അവര് കൊണ്ടുപോയി വയ്ക്കും. എന്താ പറയാ നോക്കേണ്ട തന്റെ ഇതിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാർഡ് ഏതാണോ ആ വാർഡില് കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ അന്ന് രാവിലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫാർമസിയിൽ, ശരിക്കുള്ള ഫാർമസിയിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് ഓരോ പേഷ്യൻസിന്റെ പേരുകളും കൃത്യമായിട്ട് അതിന്റെ ചാർട്ട് അനുസരിച്ച് അത് കൊണ്ടൊക്കെ വെച്ചിട്ട് സമയാസമയങ്ങളിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇൻപേഷ്യന്റ് ഡിസ്പെൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിടന്നുള്ളവർക്ക് കൊടുക്കണം. പിന്നെ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. വാർഡുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ട്, ക്ലിനിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ ഫാർമസി ഉണ്ട്. ഓരോ ഹോസ്പിറ്റൽസിന്റെയും ഒരു സൗകര്യം, ഫെസിലിറ്റി അനുസരിച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി ഹോസ്പിറ്റൽസിനകത്തുണ്ട്. പിന്നെ 4ാമത്തെ സാധനം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻസ് ബൈ ദ ഫാർമസി ടു യൂസ് ആസ് എ ഗൈഡ്. ഒരു ഫാർമസിയിൽ ഉള്ള മെഡിസിൻസ് ഏതൊക്കെയാണോ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഡീറ്റെയിൽസ്, അത് ഇന്ന മെഡിസിൻസ് ഒക്കെ ഇതിലുണ്ട് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആര് കൊടുക്കുന്നുണ്ട്? നമ്മളുടെ ഫാർമസിയിൽ നിന്നും നഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകൾ കൊടുക്കും. ആർക്ക്? ഡോക്ടേഴ്സിന്. ഇന്ന മെഡിസിൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ് ദ ഡോക്ടേഴ്സ് ടു പ്രിസ്ക്രൈബ് ദ പർട്ടിക്കുലർ മെഡിസിൻ. ആ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഡോക്ടേഴ്സിനെ സഹായിക്കും.
എന്നുവെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും മെഡിസിൻ കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം തീർന്നു, അതേ തന്നെ മെഡിസിൻ വേറെ കമ്പനിയിൽ ഇരിക്കുന്നുണ്ട്, സെയിം മെഡിസിൻ തന്നെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ തീർന്നുവെങ്കിൽ അടുത്തത് ഇന്ന കമ്പനിയുടെ ഇതേ മെഡിസിൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു മെഡിക്കേഷന്റെ ആ ഒരു സെറ്റ് എന്തൊക്കെയാണെന്നുള്ളത് അറിയിച്ച് ഫാർമസിസ്റ്റുകൾക്ക് ഡോക്ടർമാരെ അറിയിക്കാൻ പറ്റും. സോ ഡോക്ടർമാർക്ക് അതൊരു ഗൈഡായിട്ട് പറഞ്ഞാൽ തന്റെ പേഷ്യൻസിന് ഈ പറയുന്ന ലിസ്റ്റ് പ്രകാരമുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ, കുറിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, അത് പോയിട്ട് ഫാർമസിയിൽ വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡോക്ടേഴ്സിന് ഇഷ്ടമുള്ള മരുന്നുകളെന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ ഫാർമസിയിൽ അവൈലബിൾ അല്ല എങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയേണ്ടി വരും അല്ലെ. എന്നാലോ ഇതേ മെഡിസിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റന്റ്, പകരമായിട്ട് നമുക്ക് ഇതേ മെഡിസിൻ വേറെ ഉപയോഗിക്കാം. അതവിടെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കാം, മനസ്സിലായത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്, ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പകരം മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമ്മൾ പറയുന്നു, അത് പാടില്ലല്ലോ. ഇതിന് വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസിസ്റ്റുകൾ ഇവിടുന്ന് ആ മെഡിസിൻസിന്റെ ഡാറ്റ ഡോക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് ദേ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഗൈഡ്. അതൊരു ഗൈഡായിട്ട് ഉപയോഗിച്ച് അവർക്ക് ഈ പറയുന്ന രീതിയിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? 4 പോയിന്റ്. 4ാമത്തെ പോയിന്റ് ക്ലിയർ ആയോ എന്ന് നോക്കണം. ബാക്കിയൊക്കെ ചിലപ്പോൾ ക്ലിയർ ആകും, 4ാമത്തെ പോയിന്റ് ക്ലിയർ ആവാതെ വരരുത്. ഓക്കെ. സോ ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താ പറയാ, ഇറ്റ് എന്ന് മാറ്റണം, അവിടെ ഫാർമസി എന്നാക്കണം. ഫാർമസി not only provides medication for patients but also provides other drugs and instruments used by all the departments in the hospital for patients care and surgeries. പേഷ്യൻസിന് കെയർ കൊടുക്കാനും അവർക്ക് സർജറിക്കും വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകളും മരുന്നല്ലാത്ത ഉപകരണങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഇനി ഫാർമസിയുടെ പ്രധാനപ്പെട്ട 4 സേവനങ്ങൾ, 4 സർവീസസ്, അത് 4 അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. 4 സർവീസസും അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ ആണോ? അടുത്ത പറയട്ടെ. MRD, Medical Record Departments. Medical Record Departments. As the name indicates, പേര് പറഞ്ഞേക്കണ പോലെ തന്നെ ഏകദേശം പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. It is the department which handles the recording and maintaining of all the records and files of patients. പേഷ്യൻസിന്റെ റെക്കോർഡുകളും ഫയലുകളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എന്നുവെച്ചാൽ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഒരു തെറ്റും കൂടാതെ, കാരണം പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്താ പറയാ ഫ്രെയിം ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു പേരില്, ഒരു ഇനീഷ്യലില്, ഒരു വയസ്സില് ചെറിയൊരു ചേഞ്ച് ഉണ്ടായാൽ വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ അത് വളരെ കെയർഫുൾ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. അപ്പൊ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റെക്കോർഡുകളും ഫയലുകളൊക്കെ കൃത്യമാണോ, ഓക്കെ ആണോ, അല്ലെങ്കിൽ പേഷ്യൻസ് തമ്മിൽ ഏതെങ്കിലുമൊക്കെ മാറിപ്പോവാനൊക്കെ ഇടയുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കണം. അതിലൊക്കെ എല്ലാം സാറ്റിസ്ഫൈഡ് ആകണം. അപ്പൊ റെക്കോർഡുകൾ മെഡിക്കൽ അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഫോർമുലേക്ക് അവിടുത്തെ കണക്കെടുപ്പൊക്കെ വരുമ്പോൾ അതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഫ്യൂച്ചർ പർപ്പസിന്റെ റെഫറൻസിന് വേണ്ടിയും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഷുഡ് ബി ഹാൻഡിൽഡ് വിത്ത് കെയർ. തീർച്ചയായിട്ടും നല്ല കെയറോടുകൂടി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പേരുകളൊക്കെ ഒരേപോലെയുള്ള ഇഷ്ടംപോലെ പേഷ്യൻസ് ഒരു ദിവസം തന്നെ ഹോസ്പിറ്റലിൽ വരില്ലേ, ഒരേ പേരിൽ ഒരേ പ്രായത്തില് ചെറിയ വേരിയേഷൻ എവിടെയെങ്കിലും ചെറുതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ വരാം. ഓക്കെ. സോ ഏത് രീതിയിൽ ആളെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ആ റെക്കോർഡ്സിലൂടെ അവരത് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതനുസരിച്ചിട്ടാണ് ഓരോ റെക്കോർഡും കീപ്പ് ചെയ്യേണ്ടത്. അഡ്മിഷൻ നമ്പർ അടക്കം ഓരോ നമ്പറിനും ഓരോ കാര്യങ്ങൾക്കും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവര് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എല്ലാ പേഷ്യൻസിന്റെയും, ഇൻ പേഷ്യൻസിന്റെയും ഔട്ട് പേഷ്യൻസിന്റെ എല്ലാവരുടെയും റെക്കോർഡുകളും ഫയലുകളും കീപ്പ് ചെയ്യും. Then next one, medical maintenance and engineering. എന്താണത്?
മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അവിടെയും നമുക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും മെയിൻ്റനൻസ് ആണ്, എഞ്ചിനീയറിംഗ് ആണ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഇറ്റ്സ് എ ബിൽഡിംഗ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് മെഷീനറി. ഒരുപാട് മെഷീൻസും പ്ലാന്റുകളും ഒക്കെ ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ്. സോ ഇറ്റ് മേ റിക്വയർ സം ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ഓൾസോ എഞ്ചിനീയറിംഗ്. ഒരു ബിൽഡിംഗ് ഒക്കെ ആയതുകൊണ്ട് റിപ്പയർമെന്റുകൾ ആവശ്യമുണ്ടായിരിക്കും. ബിൽഡിങ്ങിനകത്ത് ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട് അല്ലെ, വൈദ്യുതി കണക്ഷൻ ഉണ്ട്, പിന്നെന്താ മറ്റേ വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, അപ്പൊ അതിന്റെ പമ്പിംഗ് ഉണ്ട് അല്ലെ, AC ഉണ്ട്. ഓൾ ദീസ് തിങ്സ് മേ ഗോ ഫോൾട്ട് കണ്ടീഷൻ അല്ലെ. ചിലപ്പോൾ ഇതൊക്കെ ഫോൾട്ടി കണ്ടീഷനിലേക്ക് പോകും. എന്ന് വെച്ചാൽ പ്രവർത്തന നിരതമാകാം, പ്രവർത്തനരഹിതമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് എന്താ ബ്രേക്ക് ഡൗൺ ആകാം. എപ്പോഴും ഇതൊക്കെ നിന്നോളാം. മെഷീൻസ് അല്ലേ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അത് പെട്ടെന്ന് തന്നെ സ്റ്റക്ക് ആവുന്നു നമുക്കറിയാം. അതേപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു വളരെ നല്ല എനർജറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മെഷീൻസ് ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റക്ക് ആവും, ബ്രേക്ക് ഡൗൺ ആവും. സോ ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ആ സ്റ്റക്കായ മെഷീൻ അവിടെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ ലാഗ് വരും, ഡിലേ വരും അല്ലെ, ഭയങ്കര തിക്കും തിരക്കാവും ഹോസ്പിറ്റൽസിൽ. അവിടുത്തെ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം, അതായത് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിലച്ചു പോകും, സ്തംഭനാവസ്ഥയിലാവും. സോ ഇറ്റ് ഷുഡ് ബി അവോയ്ഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. കൃത്യമായിട്ട് എല്ലാം ഫ്ലുവന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം. സോ എനി ബ്രേക്ക് ഡൗൺസ് ഹാവ് ടു ബി ക്ലിയർ വിത്തിൻ സെക്കൻഡ്സ്. അങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യണം. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുമായി ബന്ധപ്പെട്ട, അങ്ങനെ ആരൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവര്. ഇപ്പൊ ഇലക്ട്രിസിറ്റിയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്ലംബിങ്ങിന്റെ പണി അറിയില്ലായിരിക്കും. അപ്പൊ ഇതെല്ലാം ഓരോ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് വന്നത് ക്ലിയർ ചെയ്ത് തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്ത് എടുക്കാം, ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി റെസ്പോൺസിബിൾ ആയിട്ട്. ഇപ്പൊ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പവർ ഫെയിലിയർ ആയി, അത് എന്താ ചെയ്യുക, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്, നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും നോക്കാൻ പറ്റിയെന്നില്ല. അപ്പൊ പെട്ടെന്ന് ഏത് എന്താ പറയാ ഇത്തരം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെടാൻ പറ്റുക. അവരെ വേഗം കോൺടാക്ട് ചെയ്ത് അതിന് കോൺടാക്ട് ചെയ്യണം, മെഡിക്കൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കോൺടാക്ട് ചെയ്യണം. അവർ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് അവരെ വിളിക്കുക, പെട്ടെന്ന് വരെ ഇന്ന് വിളിച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നവരെല്ലാം വിളിക്കേണ്ടത്. അങ്ങനെയുള്ളവരെ റെഡി ടു ആക്ട് എനി ടൈം, ഏത് പാതിരയ്ക്ക് വിളിച്ചാലും വരാൻ പറ്റുന്ന ആളുകൾ. കാരണം പാതിരയ്ക്കെന്ന് പറയാൻ കാരണം ഹോസ്പിറ്റലാണ് 24 hours വർക്കിംഗ് ആണ് അല്ലെ. രോഗം ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിയിട്ടില്ല ആരെയും, ആർക്കും എപ്പോ വേണമെങ്കിലും രോഗം വരും. അപ്പൊ എത്രയും പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ നമ്പറോ അവരെ കോൺടാക്ട് ചെയ്യുമോ, അവരാണ് റെസ്പോൺസിബിൾ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു വാർഡിന്റെ എന്തെങ്കിലും എന്താ പറയാ അവരുടെ വാഷിംഗ് റൂമോ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ പൈപ്പോ എന്തെങ്കിലും പൊട്ടി പെട്ടെന്ന് അവിടെയൊക്കെ വാട്ടർ ഫ്ലോ ഇങ്ങനെ മുറിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, വാർഡിലേക്കൊക്കെ, അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. എന്ത് ചെയ്യും, 2 ദിവസത്തേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. പെട്ടെന്ന് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്ലംബറെ അല്ലെങ്കിൽ വിളിക്കണം. അത് ആരാണ് അതിനൊക്കെ റെസ്പോൺസിബിൾ? മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലാതെ അവിടെ നിൽക്കുന്നവരല്ല, വേറെ ആരുമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് ഹോസ്പിറ്റൽസിൽ. അവര് ഷുഡ് കോൺടാക്ട് ദം ആൻഡ് ഓൾസോ മേക്ക് മെയിൻ്റനൻസ് ഫെസിലിറ്റീസ്. എത്രയും പെട്ടെന്ന് അത്ര മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എയർ കണ്ടീഷൻ ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, എനിത്തിങ്, മറ്റ് സ്റ്റീൽ വർക്കുകൾ എന്തായിക്കോട്ടെ. ഓക്കെ, സോ ഇവരാണ് അതിന് റെസ്പോൺസിബിൾ. ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയിട്ടുള്ള മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണെന്ന് മനസ്സിലായോ? ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് വിസിബിൾ ആകുന്നുള്ളൂ അവിടെ ബോർഡ് വെച്ചേക്കുന്നതുകൊണ്ട്. പക്ഷെ ചില ബോർഡുകളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും ഇതുപോലെയുള്ള തകരാറിൽപ്പെട്ടിരിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ ഷുഡ് ബി ഇൻഫോംഡ് ടു ദ മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവരെ അറിയിക്കുക, അവരാണത് ക്ലിയർ ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. ഓപ്പറബിൾ അല്ല, ഫോർ ദ ഹോസ്പിറ്റൽ വരെ. പറയട്ടെ അടുത്തത്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ്. അതായത് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ഓൾ എക്യുപ്മെന്റ്സ് ഫോർ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട
എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റുകളും സപ്ലൈസും. ഇപ്പൊ മെഡിസിൻസ് ആയിക്കോട്ടെ, ഏതെങ്കിലും പുതിയ മെഷീനറി വാങ്ങിക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ മെറ്റീരിയൽസ് വാങ്ങിക്കണോ, ഹോസ്പിറ്റൽസിലേക്ക് ആവശ്യമായ എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിലാണ് അതെല്ലാം. എന്ത് വാങ്ങിക്കാനുണ്ടെങ്കിലും അത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും ഹോസ്പിറ്റലിൽ കൊടുക്കുക. ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലും പല എക്യുപ്മെന്റ് വേണ്ടി വരും. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പുതിയ മെഷീൻ വേണം. സോ ഇറ്റ് ഷുഡ് ബി ഇൻഫോർം ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അത് അറിയിക്കണം. ആരറിയിക്കണം? വന്നവരും പോയവരും അറിയിക്കുകയല്ല, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് HOD. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. HOD, അതിനകത്തൊരു HOD ഉണ്ടായിരിക്കും, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവരുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇന്നൊരു എക്യുപ്മെന്റ് വേണം. സോ ആരറിയിക്കുക? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകാർ ഇതൊക്കെ ആരറിയിക്കും? മാനേജ്മെന്റിനെ അറിയിക്കും. ഇങ്ങനെയൊക്കെ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് അതിന് സാങ്ഷൻ കൊടുക്കണം, പൈസ കൊടുക്കണമല്ലോ, ഫണ്ട് കൊടുക്കണമല്ലോ പർച്ചേസ് ചെയ്ത്. അപ്പൊ അവരുടെ ആ ഒരു ഡിസ്കഷനിൽ അവർ ഡിസൈഡ് ചെയ്ത് അത് പർച്ചേസ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്. സിമ്പിൾ ആയിട്ട് സെന്റൻസ് പറഞ്ഞിട്ടുള്ളൂ, അത് അണ്ടർലൈൻ ചെയ്തേക്കാം. എന്ത് സപ്ലൈസും എക്യുപ്മെന്റ്സും വാങ്ങിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. ഓൺലി വൺ സെന്റൻസ്, ജസ്റ്റ് അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. കഴിഞ്ഞോ? അല്ല, മനസ്സിലായോ? ആൻഡ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ലാസ്റ്റ് ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നതിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. See, nowadays, നമുക്കറിയാം, ഇന്ന് hospitals, every hospitals use computers for recording the informations of the patients related to their affairs, medical affairs. In hospitals, വരുന്ന പേഷ്യൻസിന്റെ ഒക്കെ മെഡിക്കൽ അഫയേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസും ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ. പണ്ടത്തെ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസിലേക്ക് ചെല്ലുമ്പോ പണ്ടൊക്കെ പോകുമ്പോ ഓരോ വലിയ നല്ല എന്താ പറയാ തടിച്ച ബുക്ക്, റെക്കോർഡ് ബുക്കുകൾ അവർ എടുക്കും. നമ്മളുടെ പേരൊക്കെ എവിടെ കിടക്കുന്നത് തപ്പിയൊക്കെ നോക്കി അത് അവർ എപ്പോഴും മനസ്സിലാക്കാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും താഴെ അല്ലെ. ആ ഒരു റാക്കിന്റെ മുകളില് റാക്കിന്റെ ആ ഒരു എന്താ പറയാ ആ മരത്തുമ്മ എഴുതി വെച്ചിട്ടുണ്ടാവും 1 തുടങ്ങി 50 വരെയുള്ള നമ്പറുകൾ. അപ്പൊ അത് ആ ഒരു എന്നിട്ട് ആ ഒരു ഇതിനകത്തേക്ക് എല്ലാവരും ആ ഒരു ട്രാക്കില് 1 മുതൽ 50 വരെ നമ്പറുള്ള ചീട്ടിന്റെ നമ്പറുള്ള ആളുകളുടെ റെക്കോർഡ്സ് ഒക്കെ ഇതിനകത്താണ്. അത് ഇനി 51 മുതൽ 100 വരെ അടുത്ത ട്രാക്കിൽ അങ്ങനെ നമ്പർ ഇട്ട് വയ്ക്കും. സോ അത് എടുക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ എങ്കിലും ഇത് റിക്വയർസ് മോർ സ്പേസ് അല്ലെ, കുറെ സ്ഥലം വേണം ഈ പറയുന്ന വലിയ ബുക്കുകൾ വെക്കാൻ. ആൻഡ് ഓൾസോ ഇത് ടേക്ക് മോർ ടൈം, കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. ആളുകളുടെ പേരെന്ന് കണ്ടുകൊണ്ട് നോക്കിയെടുക്കണമല്ലോ, അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ കമ്പ്യൂട്ടേഴ്സിൽ ഈ പറയുന്ന പേഷ്യൻസ് റെക്കോർഡ്സ് എല്ലാം നമ്മൾ ഇന്ന് സേവ് ചെയ്യാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് ഓൾസോ വി ക്യാൻ റിട്രീവ് എനി ഡാറ്റ അറ്റ് എനി ടൈം ആൻഡ് ഓൾസോ വി ക്യാൻ മേക്ക് അപ്ഡേഷൻസ്. റെഗുലർ ആയിട്ട് നമുക്ക് അപ്ഡേഷൻസ് വരുത്താം, എപ്പോൾ വേണമെങ്കിലും ആ ഡാറ്റ എടുത്ത് പരിശോധിക്കാം. ഈവൻ if we are storing that data using a password അല്ലെ, ഒരു ചെറിയ പാസ്വേഡ് ഉപയോഗിച്ച് അതൊക്കെ നമ്മൾ സെക്യൂർ ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആ ഡാറ്റ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അത് എത്ര വലിയ ടൈം കൺസ്യൂമിംഗ് അല്ല. പാസ്വേഡ് അറിയാം, ക്ലിക്ക് ചെയ്യാം, അത് എന്താ പറയാ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തെടുക്കാം. ആരുടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ആളുടെ നമ്പർ അടിച്ചു കൊടുക്കുക, അവിടെ നമ്മുടെ സ്ക്രീനിൽ തെളിയും ആ ഒരു പേഷ്യന്റിന്റെ സകല ഡീറ്റെയിൽസ്. സോ എളുപ്പമാണ്. മറ്റേന്ന് പറഞ്ഞാൽ മറിച്ച് നോക്കി നമ്മുടെ കണ്ടുകൊണ്ട് ആളുടെ പേര് എഴുത്തൊക്കെ നോക്കി എടുക്കേണ്ടി വരും അല്ലെ. ഒത്തിരി കൺവീനിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നപ്പോഴുണ്ട്. പിന്നെ ഇനി എന്താ ഇപ്പൊ നമ്മുടെ എപ്പോഴെങ്കിലും നമുക്ക് അപ്ഡേഷൻസ് നടത്താം. ഇനി സിസ്റ്റം എപ്പോഴെങ്കിലും അത് ഫെയിൽ ആയി പോയാലും അത് അവിടെ കിടന്നോളും. ആ ഡാറ്റയൊക്കെ അവിടെ സേവ്ഡ് ആണെങ്കിൽ അതെല്ലാം അവിടെ കിടന്നോളും. പവർ ഫെയിലിയർ വന്നാലും നമുക്ക് ആ ഡാറ്റ പിന്നീട് സേവ് ചെയ്തെടുക്കാം, റിട്രീവ് ചെയ്തെടുക്കാം. ഓക്കെ, അത് പിന്നീടായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇന്ന് ഈ കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ ഉപയോഗം കൂടുതലായതിനു ശേഷവും ആൻഡ് ഓൾസോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കൊറോണ അല്ലെ, ഓൺലൈൻ മെഡിക്കൽ സർവീസസ് ആണ് ഇന്ന് എന്താണ് ഇച്ചിരി കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് വന്നപ്പോൾ കുറച്ച് കൂടുതൽ ആളുകൾക്കൊക്കെ നമുക്ക് എന്താ പറയാ ആദ്യത്തെ കുറച്ച് നാളുകളൊന്നും നമ്മൾ ഹോസ്പിറ്റലിലും നേരിട്ട് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ പോയതില്ല. അവരും അത് ആഗ്രഹിച്ചിരുന്നില്ല ഡോക്ടേഴ്സ്. അപ്പൊ ഓൺലൈനായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ അവര് പറഞ്ഞു തരും, അല്ലെങ്കിൽ എഴുതി തരും, ഇന്ന രീതിയിലൊക്കെ ചെയ്യുന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് തരും. സോ ഓൺലൈൻ സർവീസസും പേഷ്യൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഇന്നത്തെ കാലത്ത്. നമ്മളൊക്കെ
എവിടെയെങ്കിലുമൊക്കെ പുറം നാടുകളിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ അവര് ചിലപ്പോ നാട്ടില് ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെയൊക്കെ ചിലപ്പോൾ കുറച്ച് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കൂടെ നിർത്തി വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ചികിത്സ മാറി ഇനി വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോഴും അവിടത്തേക്ക് എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിലും they can keep a direct touch with the old അവരുടെ നേരത്തെ ഡോക്ടേഴ്സുമായിട്ടുള്ള ടച്ച് കീപ്പ് ചെയ്തുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് തേടാം. അപ്പൊ അതൊക്കെ ഓൺലൈൻ സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റുന്നേ. പുറത്ത് ജോലിക്കൊക്കെ പോയിരിക്കുന്ന ആളുകള് നമുക്ക് ട്രസ്റ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വലിയ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആകാത്ത രീതിയിലുള്ള പ്രശ്നമൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ച് നേരിട്ട് ഇതുപോലെ വീഡിയോ കോളൊക്കെ ചെയ്ത് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കാം, ഇൻസ്ട്രക്ഷൻസ് നമുക്ക് സ്വീകരിക്കാം. ആൻഡ് ഓൾസോ അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ച് മെഡിസിൻസ് ഒക്കെ അവര് നമുക്ക് സെൻഡ് ചെയ്ത് തരും. പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അതൊക്കെ ഓൺലൈൻ സർവീസ് ഉള്ളതുകൊണ്ടാണ്. സോ IT ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിന്റെ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് ടെക്നിക്കലായിട്ട് കീപ്പ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും മെഡിക്കൽ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? എനി ഡൗട്ട്? ലാസ്റ്റത്തത് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് എന്നില്ലേ, ദിസുമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ നടത്തണം. Department provides technical support as and when needed and keeps the system updated and provides support when system fails. System fail ആയാലും നമുക്ക് ആ ഡാറ്റാസ് ഒക്കെ അവിടെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്യാം. And also they എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ പറയുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. Provides they also aim to provide effective online services for patients and help to keep the entire hospital informed of certain events that take place within the hospital. Underline ചെയ്തോ? ഓക്കെയാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ? യെസ്, ഓക്കെ. So as we have studied in the first class, we know that hospital departments are classified into 3. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ട് 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് administrative department. Okay. Then medical department, which is also further classified into inpatient department and outpatient departments. Up inpatient and outpatient medical department divide ചെയ്തിട്ടുണ്ടായി. അതിൽ കുറെ outpatient department ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. Then second classification supporting department, അതിലും കുറെ classifications നമ്മൾ കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. കേട്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കൂടുതലും. എന്നുവെച്ചാൽ കുറെ മാനേജ്മെന്റുകളാണ്. മാനേജ്മെന്റുകൾ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതാണ് 3ാമത്തെ ഘടകം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. നിങ്ങൾ അതൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ. ഒന്നാമത്തേത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സുകളെ മാത്രം മാനേജ് ചെയ്യാം. ദാറ്റ് ഈസ് ദ വർക്ക് ഫോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വർക്ക് ഫോഴ്സ്, എംപ്ലോയീസ്, അവിടുത്തെ ജോലിക്കാരെ മാനേജ് ചെയ്യുന്ന കാര്യം, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് ഫിനാൻസ്, ഫിനാൻസിന്റേതായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. പണം സംബന്ധമായിട്ടുള്ള എല്ലാ മാനേജ്മെന്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യുക. അപ്പൊ ഈ 3 മാനേജ്മെന്റ് മേഖലയാണ് അഡ്മിനിസ്ട്രേഷൻ വരിക. ഇൻ ദാറ്റ് അതിലൊന്നാമത്തേതാണ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ, ലേബറേഴ്സ്, എംപ്ലോയീസ്, വർക്ക് ഫോഴ്സ്, ഇതൊക്കെ ഇതിന്റെ സിനോണിം പദങ്ങളാണ്. മനസ്സിലായി? പര്യായ പദങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സിന്റെ പര്യായ പദങ്ങളാണ് ഏതൊക്കെയാ? മാൻ പവർ എന്ന് പറയാം, വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കാം, ലേബറേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഹ്യൂമൻ റിസോഴ്സ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനോടും ഒരുമിച്ച് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ ഇതൊരു ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്,
പിന്നെ അതിന്റെ PROs ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ഇല്ലേ? ഇങ്ങനെ ഒരുപാട് എല്ലാവരും കൂടി അല്ലാതെ ബാക്കി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ എല്ലാ ടീമും കൂടി ഒരുമിച്ച് നമ്മൾ പറയും ഹ്യൂമൻ റിസോഴ്സ്. മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുക, അതാണ് അതിന്റെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് മുതൽ റിട്ടയർമെന്റ് വരെ അവരുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ഒരാളെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് മുതല്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വെറുതെ ഒരാളെ നിയമിക്കുകയല്ലോ, അല്ലെ? നിയമനത്തിന് മുമ്പ് ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ ഉണ്ട്, അല്ലെ? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഡേറ്റുകൾ ഫിക്സ് ചെയ്യണം ഓരോ ഓർഗനൈസേഷനും. അത് കഴിഞ്ഞ് അവർക്ക് അത് അറിയിക്കണം, അവർക്ക് അതിനുള്ള ലെറ്ററുകൾ കൊടുക്കണം, അത് അവർ ഇന്റർവ്യൂ പങ്കെടുക്കണം, റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, സെലക്ടഡ് ആണോ ഒക്കെ എന്നുള്ള കാര്യം അറിയിക്കണം, ഓഫർ ലെറ്റർ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ റിക്രൂട്ട്മെന്റിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് തുടങ്ങി റിട്ടയർമെന്റ് വരെ ഒരാൾ ആ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിന്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ എല്ലാ കാര്യവും നോക്കണം. And also they have to follow hospitals, how they have to follow the policies and procedures. ഒരു ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചൊക്കെ എങ്ങനെ പ്രവർത്തിക്കും, ഇതൊക്കെ നോക്കണം. എല്ലാ ജോലിക്കാരും അവരവരുടെ രീതിയിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താണോ ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യാൻ മാത്രം പോരാ, യു ഹാവ് ടു ഫോളോ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ പോളിസീസിന്റെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ജോലി ചെയ്യാൻ. എനിക്ക് ഇഷ്ടംപോലെ പ്രവർത്തിക്കാൻ പറ്റും ഇല്ല. ഒരു ഓർഗനൈസേഷനിൽ, അത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. സോ the human resource department has to check, monitor whether the employees are following the rules and procedures of the organization. അപ്പോൾ ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് തന്നെയാണ് എല്ലാ ജോലിക്കാരും ജോലി ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഇവരെയൊക്കെ ചെക്ക് ചെയ്യണത്? ഇവരെല്ലാം റൂൾസ് അനുസരിച്ച് തന്നെയാണോ ജോലി ചെയ്യുന്നത്? ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. എന്തിനാ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ദ മെയിൻ എയിം ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യണം, അല്ലെ? സംതൃപ്തിയോടെ. ആരും നമ്മളെ കൊണ്ട് അടിച്ചടിച്ച് നീ ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യില്ല ചെയ്യുന്നൊക്കെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാതെ എന്റെ ഇഷ്ടത്തിന്, അല്ലെ, എന്റെ സന്തോഷത്തിന് എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ജോലി ചെയ്യാനായിട്ട് പറ്റണം. അതെങ്ങനെ പറ്റുക? അത് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന വർക്കിംഗ് കണ്ടീഷൻസ് ആണ്, അല്ലെ? ആ ജോലിയുടെ അവസ്ഥകളൊക്കെയാണ്. പിന്നെ എന്താ പറയാ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ആവശ്യം വേണ്ട സമയങ്ങൾ അവർക്ക് ചില സഹായം, എന്താ പറയാ ചില ഇതൊക്കെ കൊടുക്കുക, ബോണസുകൾ കൊടുക്കുക, മോണിറ്ററി എന്താ പറയാ ബെനിഫിറ്റുകൾ കൊടുക്കുക, മോണിറ്ററി അല്ലാത്ത ബെനിഫിറ്റ് കൊടുക്കുക. കാശൊക്കെ ഇച്ചിരി എല്ലാ പരിപാടികളും എന്തെങ്കിലുമൊക്കെ സീസൺസ് ഒക്കെ വരുമ്പോ, ഓണം, വിഷു ഒക്കെ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ബോണസ് കൊടുക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലെ, അതല്ലാതെ മോണിറ്ററി അല്ലാത്ത എന്താ പറയാ ഇത് കൂടി കൊടുക്കാം, ബെനിഫിറ്റുകൾ കൂടി കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇടയ്ക്കൊന്നും എല്ലാത്തിനെയും കൂടി പരിപെറുക്കിയിട്ടിട്ട് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് കൊണ്ടുപോകാം, കാശൊന്നും മേടിക്കാണ്ട്, അല്ല, എല്ലാവരും ഒന്ന് മനസ്സൊക്കെ റിലാക്സ് ആകാൻ. അതൊക്കെ ഒരു സന്തോഷമാണ്. സന്തോഷ പ്രകടനം അവർക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ചില എല്ലാ ദിവസവും കൊണ്ടുവന്നല്ലോ കേട്ടോ, ഇടയ്ക്ക്. അപ്പൊ അതൊക്കെ ഓർഗനൈസേഷൻ അതിനുവേണ്ടി ഹ്യൂമൻ റിസോഴ്സുകളെ അവരുടെ സാറ്റിസ്ഫാക്ഷന്, അവരുടെ സംതൃപ്തിക്ക് എന്നും മൊത്തം 24 മണിക്കൂറും അല്ലെങ്കിൽ എപ്പോഴും ജോലി എന്ന് പറഞ്ഞു നടക്കാതെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് ദ കോമ്പൻസേഷൻ ഫോർ ദ സർവീസസ് റെൻഡർഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് നൽകുന്ന സേവനത്തിന് തീർച്ചയായും അവർ അർഹിക്കുന്ന കൂലി തന്നെ അവർക്ക് കൊടുക്കുക, പ്രതിഫലം കൊടുക്കുക. അല്ലാതെ അവരെ കൊണ്ട് മുട്ടമ്പണി ഇടിപ്പിച്ചിട്ട് കൂലി കൊടുക്കുന്ന നേരത്ത് വരുമ്പോ അവരുടെ കൊണ്ട് കശദിശ അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ അത് പറയാതിരിക്കുക. ഓക്കെ, അർഹിക്കുന്ന റീസണബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം നോക്കി നടത്തി കൊണ്ടുപോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ജോലി ചെയ്യിപ്പിക്കുന്നു, 10 മണിക്കൂർ 12 മണിക്കൂർ ചെയ്യിപ്പിക്കുന്നു ജോലി, പക്ഷെ അതനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കുന്നില്ല. സോ അതൊക്കെ എന്താ? അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു രീതിയിലുള്ള എന്താ പറയാ എന്തോ ഒരു ഇതാണ്, അല്ലെ? അത് ആളുകളെ കൊണ്ട് വെറുതെ ആളുകളുടെ മനസ്സിന് ഒരു തൃപ്തിയും കൊടുക്കില്ല. ചെയ്യുന്ന ജോലിയോട് ഒരു സംതൃപ്തി ഉണ്ടാവില്ല. 12 മണിക്കൂർ ജോലി ചെയ്യുന്നതും 8 മണിക്കൂർ ജോലി ചെയ്തു നമുക്ക് അർഹിക്കുന്ന ഒരു കൂലിയും വന്നു, ഓ എന്താ സന്തോഷം. പിറ്റേ ദിവസം വീണ്ടും അങ്ങോട്ട് തന്നെ വരാൻ തോന്നു. 12 മണിക്കൂർ ജോലി ചെയ്തു, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്ത പോലെ എത്ര ആൾക്കാർക്ക് കൂലി കിട്ടുന്നു, അടുത്ത ദിവസം വരാൻ തോന്നുന്നു ഇല്ല. അതൊക്കെയാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ എല്ലാം ഓക്കെ ആക്കി കൊണ്ടുപോകുക എന്നുള്ളതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. യു ഗെറ്റ് ഇറ്റ്? മനസ്സിലായോ?
ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ? വലിയൊരു ചാപ്റ്റർ ഉണ്ട് ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിക്കുന്ന. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഞാൻ തന്നെയായിരിക്കും പഠിപ്പിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിനകത്ത് എല്ലാ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് എയിം എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എയിം എന്താണ്, പിന്നെ അത് എന്തിനാ റെസ്പോൺസിബിൾ ആണ്, എംപ്ലോയീസിന് അവർ ചെയ്യുന്ന ജോലിക്ക് റീസണബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. എല്ലാ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ 3 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. 3 അല്ലല്ലേ, 4 ഉണ്ട്. അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇനി നമുക്ക് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ ദ ടൈം ഈസ് ഓവർ നൗ. നമുക്ക് അടുത്ത ദിവസം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. 2 ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ, നമ്മുടെ ഫിനാൻസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവും. അത് അടുത്ത ദിവസം എടുത്ത് നമ്മൾ വീണ്ടും അടുത്ത ഒരു ചാപ്റ്റർ കൂടി കയ്യിൽ വെക്കും കേട്ടോ. അടുത്ത ചാപ്റ്റർ കൂടി തുടങ്ങി വെക്കും. ഓക്കെ, സോ സീ യു, ബൈ. താങ്ക് യു. ഞാൻ മറ്റേ കാര്യം ചോദിച്ചേക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നോക്കട്ടെ. ആൻഡ് ഐ വിൽ ലെറ്റ് യു നോ ഇറ്റ്. ഓക്കെ, താങ്ക് യു.